നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നൊരു 7 o'clock ആയപ്പോൾ ഇറങ്ങി. നമ്മുടെ ഫ്ലൈറ്റ് 9:50 കേട്ടോ. അപ്പോൾ നമ്മളൊരു 2 മണിക്കൂർ മുന്നെയാണ് ഇറങ്ങിയത്. ലഗേജൊക്കെ ഓൾറെഡി ഇട്ടത് കൊണ്ട് നമ്മുടെ കയ്യിൽ ഓൾറെഡി ബോർഡിംഗ് പാസ് ഉള്ളതുകൊണ്ട് നമുക്കൊരു 2 മണിക്കൂർ മുന്നേ ഇറങ്ങിയാൽ മതിയായിരുന്നു. പിന്നെ നമുക്കുള്ളത് എമിഗ്രേഷൻ ക്ലിയറൻസ് ആണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരെ മുകളിൽ പോയി നമ്മുടെ ഗേറ്റ് നമ്പറിൻ്റെ അടുത്ത് എത്തി അവിടെ കുറച്ച് വെയിറ്റ് ചെയ്തു കേട്ടോ. പിന്നെ അവൻ്റെ ടൈമിൽ അബ്ദുള്ളക്കാണെങ്കിൽ വിശപ്പ് സ്റ്റാർട്ട് ചെയ്തു. ആളാണെങ്കിൽ നാട്ടിൽ പോകുന്നതിൻ്റെ ഭയങ്കര സന്തോഷത്തിൽ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. അപ്പോഴത്തേന് എയർപോർട്ടിൽ എത്തിയപ്പോഴത്തേന് എനിക്ക് വിശക്കുന്നതെന്നും പറഞ്ഞ് അങ്ങ് തുടങ്ങി. അങ്ങനെ അവനിക്കൊരു കിഡ്സ് മീലും ഞാനൊരു ഷവർമയും വാങ്ങിച്ചു. അങ്ങനെ അതെല്ലാം കഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് നേരം ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോഴത്തേന് നമ്മുടെ ബസ് വന്നു. നമ്മളങ്ങനെ ഫ്ലൈറ്റിനകത്തേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ പോകുമ്പോൾ അബ്ദുള്ളയാണെങ്കിൽ എന്തൊക്കെയോ പറയുന്നത് കേട്ടോ. ആൾ ഭയങ്കര അറിവായിട്ട് ഫസ്റ്റ് ടൈമാണ് പോകുന്നത് കേട്ടോ. കഴിഞ്ഞ തവണ പോയിട്ടും ആളിന് അത്ര ഒരു ഓർമ്മയില്ല നാട്ടിൽ പോയതൊക്കെ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഡിന്നർ വന്നു. നമുക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. ചിക്കനും വെജിറ്റബിളും ആയിരുന്നു. ഞാനൊരു ഓറഞ്ച് ജ്യൂസാണ് കുടിച്ചത്. കുറച്ച് ചോറേ കഴിച്ചോളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് മയങ്ങി ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേന് വേണ്ട ട്രിവാൻഡ്രം ആ ഒരു ലാൻഡിങ് ആയിട്ടുള്ളൊരിതായി കേട്ടോ. ആ ലൈറ്റൊക്കെ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. തിരിച്ചു പോകുമ്പോൾ അതേ സങ്കടമാണ് ആ ലൈറ്റൊക്കെ ഫ്ലൈറ്റ് പോകുമ്പോൾ കാണുമ്പോഴും. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. പിന്നെ വലിയ ടാസ്ക് ആണല്ലോ നമ്മുടെ ലഗേജ് കണ്ടുപിടിക്കുന്നത്. ആ ലഗേജ് എല്ലാം കണ്ടുപിടിച്ച് അതെല്ലാം എടുത്ത് അങ്ങനെ പുറത്തോട്ട് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ ഉപ്പയും ഉമ്മയും അവിടെ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. പ്രത്യേകിച്ച് എന്നെ കാണാനല്ലേ, എൻ്റെ അബ്ദുള്ളേനെ കാണാൻ വേണ്ടി ഇരിക്കുവാണ്. അങ്ങനെ അവരെ കണ്ടുടനെ അവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. മോനും നല്ല ഹാപ്പിയായിരുന്നു. അങ്ങനെ നമ്മൾ ലഗേജ് എല്ലാം വണ്ടിയിൽ വെച്ചിട്ട് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. കരുനാഗപ്പള്ളിയിലേക്ക് പോവാണ്. അപ്പം അബ്ദുള്ള എന്നോട് പറയണ ഉമ്മിച്ചാമാണ്ടേ വല്യാപ്പനാണ്ടേ. ആളും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ആ കാറ്റടി കൊണ്ടപ്പോഴത്തേന് അബ്ദുള്ളയ്ക്ക് നല്ല ഉറക്കം വന്നു. അങ്ങനെ അബ്ദുള്ള ഉറങ്ങി. ആ നേരം കൊണ്ട് ഞാൻ എൻ്റെ വാപ്പാനെ സ്നേഹിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.